വെൽക്കം ബാക്ക് ടു റെയിൻബോ ക്ലാസ്സസ്. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സെൽ ഓർഗനൽസിനെ പറ്റിയിട്ടായിരുന്നു. സെൽ ഓർഗനൽസിൻ്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഓരോ ഓർഗനൽസിനെ പറ്റിയിട്ടും കറക്റ്റായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് നോക്കാം. ഇന്ന് ഈ വീഡിയോയിൽ ഒരു സെൽ ഓർഗനൽസിനെ പറ്റിയിട്ട് മാത്രമാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി പഠിക്കാനായിട്ട് എളുപ്പം. അപ്പോൾ ഷോർട്ടായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ആദ്യത്തെ ഓർഗനാണ് എൻഡോപ്ലാസ്മി റെറ്റിക്കുലം അല്ലെങ്കിൽ ER. എൻഡോപ്ലാസ്മി റെറ്റിക്കുലം അല്ലെങ്കിൽ ER എന്ന് പറയുന്ന ഓർഗനെ പറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആദ്യം പഠിക്കുന്നത്. എന്താണ് എൻഡോപ്ലാസ്മി റെറ്റിക്കുലത്തിനെ പറ്റി പഠിക്കുന്നതിന് മുമ്പേ ഈ പേരിൻ്റെ മീനിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ റെറ്റിക്കുലം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. റെറ്റിക്കുലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ്വർക്ക് പോലെയുള്ള സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെറ്റിക്കുലം. അതിങ്ങനെ നെറ്റ്വർക്ക് പോലെയുള്ള സ്ട്രക്ചർ ആയിരിക്കും, അതുകൊണ്ടാണ് നമ്മൾ അതിനെ വിളിക്കുന്നത് റെറ്റിക്കുലം എന്ന്. ഇനി എൻഡോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? ഉള്ളിൽ എന്നാണ് എൻഡോ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഉള്ളിൽ കാണുന്ന നമ്മുടെ സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിൻ്റെ ഉള്ളിൽ കാണുന്ന നെറ്റ്വർക്ക് പോലെയുള്ള ഒരു സ്ട്രക്ചർ ആയതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുന്നത്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ പേരിന്റെ അർത്ഥം ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് സെന്റൻസിലോട്ടേക്ക് പോകാം. എൻഡോപ്ലാസ്മി റെറ്റിക്കുലം അല്ലെങ്കിൽ ER ഈസ് എ ലാർജ് നെറ്റ്വർക്ക് ഓഫ് മെംബ്രെയിൻ ബൗണ്ട് ട്യൂബ്യൂൾസ് ഓർ ഷീറ്റ്സ്. എൻഡോപ്ലാസ്മി റെറ്റിക്കുലം എന്ന് പറയുന്നത് ഒരു ലാർജ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് സ്ട്രക്ചർ ആണെന്നാണ് പറയുന്നത്. ഇതെന്താണ്, മെംബ്രെയിനോട്, അതായത് ഇപ്പോൾ ന്യൂക്ലിയസിൻ്റെ മെംബ്രെയിനോടും അതേപോലെ തന്നെ സെല്ലിൻ്റെ മെംബ്രെയിനുണ്ട്. ഈ രണ്ടിൻ്റെ മെംബ്രെയിനിനോട് അടുത്തായിട്ടായിരിക്കും ആര് കാണുന്നിട്ടുണ്ടാവുക, ഈ എൻഡോപ്ലാസ്മി റെറ്റിക്കുലം കാണുന്നുണ്ടാവുക. ഈ റെറ്റിക്കുലം എന്ന് പറയുന്നത് ട്യൂബിൻ്റെ പോലത്തെയുള്ള സ്ട്രക്ചറിൽ കാണപ്പെടും. അതേപോലെ തന്നെ ഷീറ്റ് പോലെയുള്ള സ്ട്രക്ചറിലും എന്ത് കാണുന്നുണ്ട്, എൻഡോപ്ലാസ്മി റെറ്റിക്കുലം കാണുന്നുണ്ട്. ഇറ്റ്സ് ലുക്ക് ലൈക്ക് ട്യൂബ്യൂൾസ് ഓർ റൗണ്ട് ഓർ ഒബ്ലോങ് ബാഗ്സ്. ഇതെന്ന് പറയുന്നത് ഒരു ലോങ് ആയിട്ടുള്ള ട്യൂബ് പോലെയോ അല്ലെങ്കിൽ റൗണ്ട് പോലെയോ അല്ലെങ്കിൽ ബാഗ് പോലെ, അതായത് വെസിക്കിൾസ് പോലെയും ഈ എൻഡോപ്ലാസ്മി റെറ്റിക്കുലം കാണുന്നുണ്ടെന്നാണ് പറയുന്നത്. ദ എൻഡോപ്ലാസ്മി റെറ്റിക്കുലം ഈസ് സിമിലർ ഇൻ സ്ട്രക്ചേഴ്സ് ടു ദി പ്ലാസ്മ മെംബ്രെയിൻ. നമ്മൾ പ്ലാസ്മ മെംബ്രെയിൻ്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്ലാസ്മ മെംബ്രെയിൻ്റെ സ്ട്രക്ചറിനോട് സിമിലർ ആണ് എന്തെന്ന് പറയുന്നത്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി പഠിക്കാൻ പോകുന്ന പോയിന്റ് എന്ന് പറയുന്നത് രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ് ആണ് നമ്മൾ പഠിക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. നമുക്ക് രണ്ട് ടൈപ്പിലുള്ള എൻഡോപ്ലാസ്മി റെറ്റിക്കുലമാണുള്ളത്. ഒന്നാമത്തെ എൻഡോപ്ലാസ്മി റെറ്റിക്കുലമാണ് റഫ് എൻഡോപ്ലാസ്മി റെറ്റിക്കുലം അല്ലെങ്കിൽ RER. രണ്ടാമത്തെ എൻഡോപ്ലാസ്മി റെറ്റിക്കുലമാണ് സ്മൂത്ത് എൻഡോപ്ലാസ്മി റെറ്റിക്കുലം അല്ലെങ്കിൽ SER. അങ്ങനെ രണ്ട് ടൈപ്പ് എൻഡോപ്ലാസ്മി റെറ്റിക്കുലമാണ് നമുക്കുള്ളത്. ഒന്ന് സ്മൂത്ത് എൻഡോപ്ലാസ്മി റെറ്റിക്കുലം അല്ലെങ്കിൽ SER, അല്ലെങ്കിൽ റഫ് എൻഡോപ്ലാസ്മി റെറ്റിക്കുലം അല്ലെങ്കിൽ RER. ഇനി എന്തുകൊണ്ടാണ് ഇതിനെ റഫ് എൻഡോപ്ലാസ്മി റെറ്റിക്കുലം അല്ലെങ്കിൽ സ്മൂത്ത് എൻഡോപ്ലാസ്മി റെറ്റിക്കുലം എന്ന് വിളിക്കുന്നത്? റഫ് എൻഡോപ്ലാസ്മി റെറ്റിക്കുലം എന്ന് പറയുന്നത് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ പുറത്ത് കുറെ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. റഫായിട്ടായിരിക്കും റഫ് എൻഡോപ്ലാസ്മി റെറ്റിക്കുലം കാണാം. ഈ റഫ് എൻഡോപ്ലാസ്മി റെറ്റിക്കുലത്തിന്റെ പുറത്ത് നമുക്ക് ഇപ്പോൾ ഇതൊരു റഫ് എൻഡോപ്ലാസ്മി റെറ്റിക്കുലം ആണെങ്കിൽ ഇതിന്റെ പുറത്ത് പല കാര്യങ്ങൾ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നത് പോലെ കാണാൻ പറ്റും. ചെറിയ ചെറിയ മുത്ത് പോലത്തെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ റഫ് എൻഡോപ്ലാസ്മി റെറ്റിക്കുലത്തിന് നോക്കിക്കഴിഞ്ഞാൽ അത് എന്തുപോലെയാണ് കാണാം, റഫായിട്ടാണ് കാണുന്നുണ്ടാവുക. അതുകൊണ്ടാണ് നമ്മൾ അതിനെ റഫ് എൻഡോപ്ലാസ്മി റെറ്റിക്കുലം എന്ന് വിളിക്കുക. റഫ് എൻഡോപ്ലാസ്മി റെറ്റിക്കുലം Rough endoplasmic reticulum looks rough under a microscope because it has particles called ribosome attached to its surface. അത് നമ്മൾ പറഞ്ഞു എന്തോ ഒരു പാർട്ടിക്കിൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് നമ്മൾ എന്തായിരിക്കും, റൈബോസോം ആയിരിക്കും. അങ്ങനെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് എന്താണ്, റൈബോസോം ആണെന്നാണ് പറയുന്നത്. അപ്പോൾ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെ നമ്മൾ അങ്ങനെ വിളിക്കാൻ കാരണം ഇവരെ മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, അവരെ റഫായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ റഫ് എൻഡോപ്ലാസ്മി റെറ്റിക്കുലം എന്ന് വിളിക്കുക. ഈ റഫ് എൻഡോപ്ലാസ്മി റെറ്റിക്കുലത്തിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ പാർട്ടിക്കിൾസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, റൈബോസോം എന്ന് പറയുന്നത്.
ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം റൈബോസോമിലാണ് എന്ത് നടക്കുന്നത്, പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മുടെ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻ മാനുഫാക്ചർ ആണ്. അതായത് പ്രോട്ടീനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്തിന്റെ ധർമ്മം, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ധർമ്മം. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദി റൈബോസോം വിച്ച് ആർ പ്രസന്റ് ഇൻ ഓൾ ആക്റ്റീവ് സെൽസ് ആർ ദി സൈറ്റ് ഓഫ് പ്രോട്ടീൻ മാനുഫാക്ചർ. The manufactured proteins are then sent to various places in the cell depending on need using ദി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇനി ഈ പ്രോട്ടീന് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഈ പ്രോട്ടീൻസ് ശരീരത്തിന്റെ വേറൊരു സെല്ലിന്റെ വേറെ ഭാഗങ്ങളിലോട്ടേക്ക് എന്തു പോകും, ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം വഴി തന്നെ എന്ത് ചെയ്യും, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലോട്ടേക്ക് പോകും. ഇനി നമ്മൾ പറഞ്ഞു സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തെ പറ്റിയിട്ട്. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ എന്തുണ്ടാവില്ല, റൈബോസോംസ് ഒന്നും അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവില്ല. ഇവിടെ പ്രധാനമായിട്ട് നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാറ്റ് മോളിക്യൂൾസ് അതേപോലെ തന്നെ ലിപ്പിഡ് മോളിക്യൂൾസിന്റെ ഒക്കെ സിന്തസിസ് ആണ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ പ്രധാനമായിട്ട് നടക്കുന്നത്. അപ്പൊ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫാറ്റ് മോളിക്യൂൾസും അതേപോലെ തന്നെ ലിപ്പിഡ്സിന്റെ ഒക്കെ സിന്തസിസ് ആണ് ഇവിടെ നടക്കുന്നത് ഈ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി സം ഓഫ് ദിസ് പ്രോട്ടീൻസ് ആൻഡ് ലിപ്പിഡ്സ് ഹെൽപ്പ് ഇൻ ബിൽഡിംഗ് ദി സെൽ മെംബ്രെയിൻ. നമ്മൾ പറഞ്ഞു സെൽ മെംബ്രെയിൻ്റെ സ്ട്രക്ചർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ. അപ്പോൾ സെൽ മെംബ്രെയിൻ പ്രധാനമായിട്ടും ഉണ്ടാക്കിയിട്ടുള്ളത് പ്രോട്ടീൻസ് കൊണ്ടും ലിപ്പിഡ്സും കൊണ്ടാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രോട്ടീൻസും ലിപ്പിഡ്സും സെൽ മെംബ്രെയിൻ സിന്തസൈസ് ചെയ്യാനുള്ള ഈ പ്രോട്ടീൻസും ലിപ്പിഡ്സും എങ്ങനെയാണ് ശരീരത്തിൽ കിട്ടുന്നത്? ഒന്ന്, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ത് സിന്തസൈസ് ചെയ്യുന്നുണ്ട്, പ്രോട്ടീൻസ് സിന്തസൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം സിന്തസൈസ് ചെയ്യുന്ന ഈ പ്രോട്ടീൻ ഉപയോഗിച്ചിട്ട് എന്തുണ്ട്, സെൽ മെംബ്രെയിൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം സിന്തസൈസ് ചെയ്യുന്ന ലിപ്പിഡ്സ് ഉപയോഗിച്ചിട്ടും സെൽ മെംബ്രെയിൻ സിന്തസൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവർ സിന്തസൈസ് ചെയ്യുന്ന പ്രോട്ടീൻസും ലിപ്പിഡ്സും ഉപയോഗിച്ചിട്ട് സെൽ മെംബ്രെയിൻ ഉണ്ടാക്കുന്ന ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെംബ്രെയിൻ ബയോജെനിസിസ് എന്ന് വിളിക്കുക. അപ്പോൾ മെംബ്രെയിൻ ബയോജെനിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സം ഓഫ് ദിസ് പ്രോട്ടീൻ ആൻഡ് ലിപ്പിഡ്സ് ഹെൽപ്പ് ഇൻ ബിൽഡിംഗ് ദി സെൽ മെംബ്രെയിൻ. ഈ പ്രോട്ടീൻസും ലിപ്പിഡ്സും സെൽ മെംബ്രെയിൻ സിന്തസൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് മെംബ്രെയിൻ ബയോജെനിസിസ്. സം അതർ പ്രോട്ടീൻസ് ആൻഡ് ലിപ്പിഡ് ഫങ്ഷൻ ആസ് എൻസൈം ആൻഡ് ഹോർമോൺസ്. ഇങ്ങനെ മെംബ്രെയിൻ ബയോജെനിസിസ് അതായത് മെംബ്രെയിൻ ഉണ്ടാക്കുക എന്ന് പറയുന്ന പ്രോസസ്സിന് പുറമെ ഈ ലിപ്പിഡ്സും പ്രോട്ടീൻസും ചിലത് ഫങ്ഷൻ എൻസൈംസും അതേപോലെ തന്നെ ഹോർമോൺസും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഫങ്ഷൻ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓൾത്രോ ദ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം വേരീസ് ഗ്രേറ്റ്ലി ഇൻ അപ്പിയറൻസ് ഇൻ ഡിഫറൻറ്റ് സെൽ, ഇറ്റ്സ് മേ ഓൾസോ ഫോം എ നെറ്റ്വർക്ക് സിസ്റ്റം. അതായത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത് ഡിഫറൻറ്റ് സെൽസിൽ ഡിഫറൻസ് ആയിട്ടുള്ള അപ്പിയറൻസിലായിരിക്കും കാണപ്പെടാം. ഇതെന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്ക് സിസ്റ്റം പോലെയായിരിക്കും കാണാമെന്നാണ് പറയുന്നത്. ദസ് വൺ ഫംഗ്ഷൻ ഓഫ് ദി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഈ സർവ്. ഇനി എന്തൊക്കെയാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ഫംഗ്ഷൻ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, serve as a channels for the transport of material between various regions of the cytoplasm or between the cytoplasm and the nucleus. അതായത് ന്യൂക്ലിയസിന്റെ ഉള്ളിൽ നിന്ന് സൈറ്റോപ്ലാസത്തിലോട്ടേക്കും അതേപോലെ തന്നെ സൈറ്റോപ്ലാസത്തിൽ നിന്ന് വേറെ ഭാഗങ്ങളിലോട്ടേക്കും സെല്ലിന്റെ വേറെ ഭാഗങ്ങളിലോട്ടേക്കും പ്രോട്ടീൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ഒരു ചാനലായിട്ട് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഒരു ചാനലായിട്ട് ആക്ട് ചെയ്യുന്നു എന്നാണ് ഫസ്റ്റത്തെ ഫംഗ്ഷൻ. ഇനി രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സൈറ്റോപ്ലാസ്മിക് ഫ്രെയിംവർക്ക് പ്രൊവൈഡിങ് എ സർഫസ് ഫോർ സം ഓഫ് ദി ബയോകെമിക്കൽ ആക്ടിവിറ്റീസ് ഫോർ ദി സെൽസ്. അതായത് നമുക്കറിയാം നമ്മുടെ പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. അപ്പോൾ പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറയുന്നത് ഒരു ബയോകെമിക്കൽ ആക്ടിവിറ്റിയാണ്, നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു ബയോകെമിക്കൽ ആക്ടിവിറ്റിയാണ് എന്തെന്ന് പറയുന്നത്, പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രോട്ടീൻ സിന്തസിസ് നടക്കാനുള്ള അങ്ങനെ ബയോകെമിക്കൽ ആക്ടിവിറ്റീസ് സെല്ലിൻ്റെ ഉള്ളിൽ നടക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഒരു വേദി എന്നൊക്കെ നമ്മൾ പറയില്ല, അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം
റൈബോസോമായിട്ട് എന്ത് നടത്തുന്നുണ്ട്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് അടുത്തത് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ വെർട്ടിബ്രേറ്റ്സ് ആണ്. വെർട്ടിബ്രേറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നട്ടലുള്ള ജീവികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെർട്ടിബ്രേറ്റ്സ്. അവരുടെ ലിവർ സെല്ലിൽ എന്തുണ്ട്, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലംസ് ഉണ്ട്. ഈ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലംസ് നമ്മുടെ ശരീരത്തിൽ കാണുന്ന വിഷവസ്തുക്കളെ ഡീടോക്സിഫൈ, അതായത് വിഷവസ്തുക്കളെ നിർവീര്യമാക്കാനുള്ള, അതായത് ഡീടോക്സിഫൈ ചെയ്യാനുള്ള കഴിവ് എന്തിനുണ്ട്, ഈ സ്മൂത്ത് നമ്മുടെ ലിവർ സെൽ വെർട്ടിബ്രേറ്റ്സിന്റെ ലിവർ സെല്ലിൽ കാണുന്ന സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് കഴിവുണ്ടെന്നാണ് പറയുന്നത്. അതും എന്തിന്റെ ഫംഗ്ഷൻ ആണ്, അവിടെ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അല്ല എന്ന് ഓർത്തിരിക്കണം. അത് ഇമ്പോർട്ടന്റ് ആണ്. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലാണ്, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ കാര്യങ്ങൾ പഠിക്കാനുള്ളത്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. ഈ ഡയഗ്രത്തിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെ പറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം തന്നിട്ടുണ്ട്. ഈ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ ഇങ്ങനെ എന്തോ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും, റൈബോസോമാണ്. ഇനി ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം തന്നിട്ടുണ്ട്. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ അവിടെ മുകളിൽ ഒന്നും അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ ഡയഗ്രാംസ് ഒക്കെ തന്നിട്ട് ആ ഭാഗങ്ങൾ അടയാളപ്പെടുത്താനൊക്കെ ചോദിക്കും. അപ്പോൾ ഈ ഡയഗ്രാംസ് ഒക്കെ ഓരോ ഭാഗം പഠിക്കുന്നതിന് മുമ്പ് പഠിച്ചതിന് ശേഷം ആ പാർട്ട് എവിടെയാണ് എന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗങ്ങൾ ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് ഓരോരോ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം. ആൻഡ് താങ്ക് യു.